യെസ്, കിട്ടുന്ന സമയം ഉപയോഗിക്കൂ. മുഹമ്മദ് വസീഖ്, വെൽക്കം. പറയൂ. ഹലോ, കേൾക്കാവുന്നതാണോ? യെസ്, കേൾക്കാം കേൾക്കാം. ഓക്കെ. അധിക സമയം എടുക്കാൻ നോക്കുന്നില്ല. ഉം, 3 ചോദ്യമേ ഉള്ളൂ. അത് ഉം, തീർത്തിട്ട് പറയാം. ഫസ്റ്റ്, ഇവിടെ പൊതുവെ ഞാൻ കണ്ട ഒരു എന്താ പറയണ കൗണ്ടർ ഇസ്ലാമിക് നെറേറ്റീവ് എന്ന് വെച്ചാൽ എപ്പോഴും എന്താ പറയണ കൗണ്ടർ ഇസ്ലാമിക് നെറേറ്റീവ് ടു സ്റ്റാൻഡേർഡ് ഇസ്ലാമിക് നെറേറ്റീവ് വരുന്നത് ഈ എന്താ പറയണ സയൻസ് ഓഫ് ദ പ്രോഫിറ്റ്സ് അറൈവൽ എന്നൊരു വിഷയത്തിലാണ്. ഉദാഹരണം, ഇവർ എപ്പോഴും പറയും ദ പീപ്പിൾ ഓഫ് ദ ബുക്സ് സ്ക്രിപ്റ്റേഴ്സ് ആർ കറപ്റ്റഡ് എന്ന് സ്ഥിരം എടുക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ. എപ്പോഴും യഹൂദന്മാരും ക്രൈസ്തവന്മാരും എപ്പോഴും അവരുടെ സ്ക്രിപ്റ്റേഴ്സ് നോക്കുമ്പോൾ അത് യഥാർത്ഥമല്ല, അത് കറപ്റ്റഡ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർ അങ്ങോട്ട് പോകും, ലൈക്ക് അറ്റ് ദ സെയിം ടൈം ദേ യൂസ് ദ വെരി സെയിം സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് ഹാസ് ബീൻ കം ബിഫോർ ടു വെരിഫൈ prove ദാറ്റ് themselves. Yeah. മുഹമ്മദ് ഇസ് കമ്മിങ്. അതിൽ പ്രത്യേക ഒരു ആയത്ത്, എനിക്ക് നമ്പർ സൈറ്റേഷൻ ഒന്നും അറ്റ് ദ മൊമെന്റ് ഓർമ്മയില്ല, അഹമ്മദ് എന്ന പേര് യേശു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അല്ലോപനിഷത്ത് വേറൊരെണ്ണുണ്ട്, അല്ലോപനിഷത്ത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജീസസ് ഒരു കൃഷ്ണന്റെ അവതാരമാണെന്ന് പറയുന്ന വരെ വിഷയമായി മാറും. അത് ദാറ്റ്സ് ബിസൈഡ് ദ പോയിന്റ്. പക്ഷെ പറയുന്നുണ്ട്. സക്കീർ നായിക്ക് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിന്റെ അവതാരമാണ് മറ്റേ എന്താണ് ജീസസ് പുള്ളി ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അല്ല മുഹമ്മദ് എന്ന് പറയുന്നത് ഓരോരോ അവതാരമാണ്. പക്ഷെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. അക്സെപ്റ്റ് ഫണ്ണി ക്യാരക്ടറാണ്. അതേ ചർച്ച, ഇഫ് യു റിമെമ്പർ, അതേ ചർച്ചയിൽ തന്നെ പുള്ളി ഇൻഅഡ്വേർട്ടൻലി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അറബി പോലും അറിയില്ല എന്നതാണ്. സോ അത് വേറെ ചർച്ചയായി മാറും. ബട്ട് സി പോയിന്റ് എന്താണെന്ന് വെച്ചാല്, സോ ഇഫ് ദേ സേ ദ സ്ക്രിപ്ചർ പ്രയർ ഇസ് കറപ്റ്റഡ്, അവർക്ക് പിന്നെ അതേ സ്ക്രിപ്ചർ കൊണ്ട് എങ്ങനെ ഒരു ഈ നമ്മുടെ പ്രോഫിറ്റിന്റെ അറൈവൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റും? വേറൊരു സൈറ്റ് ഉപയോഗിക്കുന്നത് ഈ സാംസ് അറിയില്ലേ, ഡേവിഡ് മറ്റേ സാംസ് പറയുന്നത് ഭാര്യയുടെ പ്രേമത്തിനായി. അപ്പൊ പറയുന്ന ഒരു ഹീബ്രു വാക്കുണ്ട് മഹോമദ് എന്ന് പറയുന്നത്, അത് മുഹമ്മദ് ആണെന്ന് പറയും. അപ്പൊ ഞാനൊരിക്കലും ചോദിച്ചതാണ് ഒരു ഇമാമിന്, പുള്ളിക്ക് ഉത്തരം കിട്ടിയില്ല. ദാറ്റ് നിങ്ങൾ ആ വാക്ക് ഫുൾ സാധനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോ ഒരു പ്രണയകഥയില് എന്റെ ഭാര്യ ഒരു നല്ല മുഹമ്മദ് ആണേ, എന്റെ ഭാര്യയുടെ കണ്ണ് ഒരു നല്ല മുഹമ്മദ് പോലത്തെ ഒരു കാഴ്ചയുണ്ട് എന്നൊരു സെന്റൻസ് ആയി മാറും. അപ്പൊ അതിലെങ്ങനെ മുഹമ്മദ് നബിയുടെ അറൈവൽ അതിൽ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ മനസ്സിലായോ? ഹൗ ഡു യു റെഫ്യൂട്ട് ദീസ് ബേസിക് ഇൻകൺസിസ്റ്റൻസീസ് വെൻ യു ആർ സൈറ്റിംഗ് ദാറ്റ് ദ പ്രയർ സ്ക്രിപ്ചർ ഇസ് കറപ്റ്റഡ് ബട്ട് യു യൂസ് സെഡ് സ്ക്രിപ്ചർ ടു പ്രൊഫസൈസ് ദ അറൈവൽ അഹെഡ്? അതാണ് എന്റെ ഫസ്റ്റ് ചോദ്യം. ഇതിന്റെ എക്സ്പെർട്ട് പോക്കിരിയാണ്. പോക്കിരി, അതെ. അപ്പോൾ ഇത് റെഫ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം, ഇതാണ് യഥാർത്ഥമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തിലുള്ള വാദം ഇതാണ്. അതായത് ഇസ്ലാം സാക്ഷ്യപ്പെടുത്തുന്നു ഖുറാനിൽ മറ്റ് വേദങ്ങളൊക്കെ മറ്റേ ആൾ കൊടുത്തയച്ചാണെന്ന്. എന്നിട്ട് പിന്നെ ആ വേദങ്ങൾ ഇയാൾ കൊടുത്തയച്ചതാണെങ്കിൽ ആ വേദങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അത് കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു വേദം കൊണ്ടുവന്നു എന്നുള്ളത് അവിടെ സെൽഫ് കോൺട്രഡിക്ടറി ആണ്, അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക അതിഭൗതികവാദമാണത്. കാരണം നിങ്ങളുടെ ഖുറാനിൽ തോറയെക്കുറിച്ചും ഹദീസിൽ തന്നെ തോറ വെച്ചിട്ട് മുഹമ്മദ് വിധിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തോറ ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ആയത്തുകളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ, ഹദീസിലൂടെ പോയി കഴിഞ്ഞാൽ ശരിയാണ്, തോറ ശരിയാണെന്ന് ഒരു വാക്ക് പറയുന്നു. എന്നാൽ ഈ വേദങ്ങളിലൊക്കെ ഇവർ കൈ കടത്തിയെന്ന് മറുവശത്തും പറയുന്നു. അത് വിശ്വാസികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരാണ് അതിന് ഉത്തരം പറയേണ്ടത്. അത് നമുക്കൊരു തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലൊരു പിടിവള്ളിയാണ്, അല്ലെങ്കിൽ ഒരു എതിർവാദമാണ്. എങ്ങനെ നിങ്ങൾ ബൈബിളിനെയും അല്ലെങ്കിൽ പുതിയ നിയമം പഴയ നിയമം ഇതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു? ഒന്നാമത്തെ കാര്യം, ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പോലും പറയാൻ പറ്റില്ല. ഇഞ്ചീൽ എന്നാ പറഞ്ഞിട്ടില്ല. ഇഞ്ചീൽ എന്ന് പറഞ്ഞ സാധനം ഗോസ്പൽ, അതാണ് ഗോസ്പലാണ്. അപ്പോൾ അവിടെ പോലും തെറ്റിയിട്ടുണ്ട്. പിന്നെ തൗറാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഈ തൗറാത്ത് എന്ന് പറഞ്ഞാൽ മോശം കൊടുത്തു എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഒരു സാധനം പറയുന്നത് സബൂർ ആർക്ക് കൊടുത്തു, അതെന്താണെന്ന് ഇതുവരെ നാസ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ പഴയ സാധനങ്ങൾ തെറ്റി എന്തുകൊണ്ട് പുതിയൊരു പ്രവാചകൻ വന്നു എന്നാണെങ്കിൽ, ഇന്ന് ഞാനൊരു ബുക്ക് ഇറക്കിയിട്ട് ഞാനിപ്പോൾ അടുത്ത ഒരു ഗുഹ എവിടെയും കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിരുന്നിട്ട് വല്ല അടിച്ച് കിണ്ണം കഴിഞ്ഞ ശേഷം എന്തോ എനിക്ക് തോന്നുന്നു, മിസ്റ്റർ ജിബ്രു എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ജിബ്രു പറഞ്ഞു, മോനെ ബൈക്ക് ഇക്കർ ബിസ്മി എന്ന് പറഞ്ഞ് ഞാൻ പുതിയൊരു വേർഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതേ വിശ്വാസികൾ അപ്പോഴും 1450 രൂപ 50 പൈസേൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ എന്നെ ഇത് സ്വീകരിക്കുമോ? ഇല്ല. കാരണം ഞാൻ ഇവരുടെ പുസ്തകം കറപ്റ്റഡാന്ന് പറഞ്ഞാൽ ഇവരംഗീകരിക്കില്ല.
ഇതേ കാര്യം ഒരു ക്രിസ്ത്യാനിക്കും ഒരു ജൂതനും ചെയ്യാനുള്ള അവകാശമില്ലേ? ഉണ്ട്. ഇപ്പൊ യേശു വന്നപ്പോൾ തന്നെ യേശു എന്താ, യേശുവിന്റെ ഇടക്കൊക്കെ പറയുന്നുണ്ട് പഴയ ഐറ്റം ആണ്, എന്താ പറയാ, ഞാൻ വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണെന്ന്. പക്ഷേ യേശുവിനെ പിന്തുടരുന്ന ക്രിസ്ത്യാനികൾ ജൂതമതമല്ലല്ലോ ഫോളോ ചെയ്യുന്നത്, അവർ ക്രിസ്തുമതമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർ അവരെടുക്കണം എന്നാണ് പറഞ്ഞിട്ടാണ് ഈ കള്ളപ്രവാചകന്മാരൊക്കെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കള്ളദൈവങ്ങളൊക്കെ, ആൾദൈവങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്, അവരെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ അവര് ഒരിക്കലും പഴയ സാധനം ശരിയെന്ന് പറയാൻ ഇയാൾ വേണോ? അത് ഓൾറെഡി ശരിയാണെന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണെന്ന് ഉണ്ടായിരുന്നില്ലേ മക്കയിലും മദീനയിലും ഒക്കെ. അപ്പോൾ ഏത് മതത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ പറയാൻ പറ്റും, പഴയതൊക്കെ കറപ്റ്റഡ് ആണ്, ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞു വരുന്ന ഒരു മതത്തിന് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അകത്ത് ഖുറാന്റെ അകത്ത് ആയത്തുള്ളപ്പോൾ, ആയത്തിൽ കൃത്യമായിട്ട് പറയുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ആയത്ത് കാണിക്കാൻ പറ്റുമോ ഒന്നുണ്ടെങ്കിൽ കാണിക്കാം. ഏതാണ് എന്ന് ഓർമ്മയുണ്ടോ മുഹമ്മദിന്? ഒരു കാര്യമുണ്ട്, ഈ പുരാണത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഭവിഷ്യപുരാണം. അതിനെക്കുറിച്ചിട്ട് നമ്മളുടെ ചിദാനന്ദപുരി പറയുന്നൊരു കാര്യമുണ്ട്, അത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ വിഷയം നമ്മളുടെ എം അക്ബറും ഈ ചിദാനന്ദപുരിയും തമ്മിലുള്ള സംവാദത്തിലും ആ മുഖ്യ ഓഡിയോ അതിനകത്ത് അത് പറയുന്നുണ്ട്. അവസാനം പിന്നെ അവരാരോ പുറത്തു വിടുക ചെയ്തത്. എം അക്ബറിൻ്റെ സൈഡ് ആ ഓഡിയോ പുറത്തു വിട്ടില്ല. അതെവിടെയാണ് അതിൻ്റെ ഓഡിയോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ പല എക്സ് മുസ്ലിം സുഹൃത്തുക്കൾ അന്ന് നീച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംവാദമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞിട്ട് അവരെ തിരിച്ച് അയക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. കാരണം അമ്മാതിരി തേഞ്ഞോട്ടലാണെന്ന് നമ്മളെ സ്വാമിജി ഒട്ടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സാധനത്തെ കുറിച്ചിട്ട് നമ്മളെ ഭവിഷ്യപുരാണം ചിദാനന്ദപുരി പറയുന്നൊരു ഓഡിയോ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. എന്ത് പറയുന്നു? കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. ഒരു സെക്കൻഡ്, ഇത് ഒന്ന് എടുത്തോട്ടെ, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അത്. ഭവിഷ്യപുരാണം ഓൺ ദ സ്റ്റേജ്. ദേ വന്നു, കേൾക്കാവോ? ഞാൻ മുസ്തഫ മഞ്ചേരി. ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയണം. ഏതാസ്മിതന്താശ്യാംലേച്ച ആചാര്യനോ സമന്വിത മഹമ്മദ ഇദിക്യാത ശിഷ്യശാഖ സമന്വിതേ എന്ന് തുടങ്ങി ലിംഗച്ഛേദി ശിഖാഖീന സുശുദ്ധി വധോസന ഉച്ഛാലഭി സർവഭക്ഷി ഭവിഷ്യതി ജതോമമ. അതിൽ കുറച്ച് തെറ്റുണ്ട്, അത് എഴുതിയെടുത്തതിൽ ശരിക്കും എഴുതിയെടുക്കണം. ഏതസ്മിൻ അന്തരേ മ്ലേച്ഛ ആചാര്യേണ സമന്വിത എന്ന് തുടങ്ങുന്ന ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത്. ഇത് രസകരമായ ശ്ലോകമാണ്. ഈ കാലഘട്ടത്തിൽ ഏതസ്മിൻ അന്തരേ, ഈ കാലഘട്ടത്തിൽ മ്ലേച്ഛാഹ, മ്ലേച്ഛന്മാര്, മ്ലേച്ഛൻ എന്ന് പറഞ്ഞാൽ സംസ്കൃതം സംസാരിക്കാത്തവര്, അഥവാ അവ്യക്തായാം വാചി എന്നാണ്. മ്ലേച്ഛ ധാതുവിന്റെ അർത്ഥം അവ്യക്തായാം വാചി എന്നാണ്. അവ്യക്തമായി സംസാരിക്കുന്നവര്, വ്യക്തമായി സംസാരിക്കാത്തവര്, മഹാമതന്മാരെന്ന് പേരുള്ളവര് ശിഷ്യ ശാഖാസമന്വിതമായി വന്നു ചേരും. അവർ ലിംഗാഗ്ര ചർമ്മം മുറിച്ചവരും പന്നി മാംസം ഭക്ഷിക്കാത്തവരുമായിരിക്കും എന്ന് തുടങ്ങിയ ശ്ലോകഭാഗമാണ് ഇവിടെ ചൊല്ലപ്പെട്ടത്. ഇത് ഇന്ന് വാങ്ങാൻ കിട്ടുന്ന ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ്. ഇത് ഭവിഷ്യപുരാണത്തിന്റെ പ്രതിസർഗ പർവ്വത്തിലുള്ളതാണ്. ഈ പ്രതിസർഗ പർവ്വം മുഴുവൻ മുഗൾ ഭരണകാലത്ത് തിരുത്തപ്പെട്ടതാണ്. നോട്ട് ദ പോയിന്റ്. ചിന്തിക്കുക, ഏതെല്ലാം രൂപത്തില് എങ്ങനെയൊക്കെ മതപരിവർത്തനം ചെയ്യണമോ പ്രവർത്തനം ചെയ്യണമോ അതിനുള്ള തയ്യാറെടുപ്പ് മുഴുവൻ ചെയ്ത കാലഘട്ടത്തിൽ ചില്ലിക്കാശിന് വേണ്ടി സംസ്കൃത ശ്ലോകം എഴുതി കൊടുക്കുന്നവർ ഇന്നും ഉണ്ടല്ലോ ധാരാളം. ഇതൊരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിന്റെയോ അല്ല, ചില്വാനത്തിനുള്ള ആഗ്രഹമാണ്. ഇത് ഇസ്ലാമിന്റെയോ ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ദോഷമല്ല. മറിച്ച് ചില്ലിക്കാശിന് വേണ്ടി അധികാരി വർഗത്തെ പ്രീണിപ്പിക്കാൻ എന്നും പ്രവർത്തിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ടാവും. അങ്ങനെയുള്ളവർ എഴുതി കൊടുത്തതായി ഇത് ഭവിഷ്യപുരാണത്തിലെ പ്രതിസർഗ പർവ്വത്തിൽ ചേർക്കപ്പെട്ടത്. എന്നല്ല, പ്രതിസർഗ പർവ്വത്തിന്റെ തിരുത്തൽ ഏതുവരെ തുടർന്നു എന്നറിയോ? ജസ്യൂട്ട് പാതിരിമാരുടെ കാലത്ത് തിരുത്തപ്പെട്ടു. അതും കഴിഞ്ഞ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആഗമന കാലത്ത് തിരുത്തപ്പെട്ടു. അതുവരെയുള്ള ശ്ലോകങ്ങൾ അതിലുണ്ട്. ഇതൊക്കെ വ്യാസഭഗവാൻ എഴുതി വെച്ചതാ. അതിൽ പരം കഷ്ടം മറ്റൊന്നുണ്ടോ പറയാൻ? എന്നിട്ട് ചിലര് ഇത് വ്യാസൻ എഴുതിയതാണ്. വളരെ രസകരമായൊരു വ്യാഖ്യാനമുണ്ട്. ഹിന്ദുക്കളുടെ പുരാണങ്ങളില്
ഇങ്ങനെയൊരു പ്രവാചകൻ വരുമെന്നും അദ്ദേഹത്തിന്റെ അനുയായികൾ വരുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങേയറ്റം ആദരിക്കണം എന്ന് അവിടെ പറഞ്ഞു വെച്ചത് കൊണ്ട് ആദരിച്ചോളണം. അത് തെറ്റാ? അതുകൊണ്ടല്ല ആദരിക്കേണ്ടത്. അങ്ങനെ ഹിന്ദുക്കളുടെ പുരാണത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. പുരാണത്തിൽ ഹിന്ദുക്കളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ എന്ന് വേർതിരിക്കേണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. ഏത് ആചാര്യന്റെ ഇതിലും ഉണ്ടാവും ദേശകാലങ്ങൾക്ക് അതീതമായ തത്വവും ദേശകാലങ്ങൾക്കനുസരിച്ച് ആഖ്യാനങ്ങൾ എന്ന് പറഞ്ഞു. അവയെ പുരാണമായി തിരിക്കണം, ശാശ്വത മൂല്യങ്ങൾ സത്യങ്ങളായും തിരിക്കണം. ബാക്കി മുഹമ്മദ് വസീഖിന് നേരിട്ട് പോയി കേൾക്കാം. ഇത് യൂട്യൂബിലുണ്ട്, ഭവിഷ്യ പുരാണം. ഈ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ സെർച്ച് ചെയ്ത ടേം അവിടെ ഉണ്ട്. ഓക്കെ, ഏതാണ്ട് ഒരു 13 മിനിറ്റ് ഉണ്ട്. ഖുറാന്റെ വാചകം ഒന്ന് കാണിക്കും. ഓക്കെ, സോ ഞാൻ പറയാൻ വന്നത് ഒറ്റ കാര്യമുള്ളൂ. ഇതിലിപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇസ്ലാമാണ് പറയുന്നത് എല്ലാ വേദഗ്രന്ഥങ്ങളും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്, ഖുർആൻ മാത്രമാണ് അതിന് വിധേയമാകാത്തത് ഉള്ളത് എന്ന് പറയുമ്പോൾ, എന്നിട്ട് ഈ പറഞ്ഞ സാധനം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന മറ്റ് കിതാബുകൾ, ആ കിതാബുകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയപ്പെടുന്ന സാധനങ്ങൾ അത് മുസ്ലിങ്ങൾ കൈകടത്തിയതായിക്കൂടെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയാം അത് പറ്റില്ല. അപ്പോൾ എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ ഇസ്ലാമിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത അന്യ കിതാബുകളിലെ ആ വാചകങ്ങൾ അത് കൈകടത്തലുകൾ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനായത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഇനി ഇതൊരു വശം. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം അതിവിടെ ഉണ്ടാകുന്നതിന് കാരണമായ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻ്റ് ഏതാണ്? അത് ഈറാ ഗുഹയിൽ വെച്ച് അവിടെ ഒരു മലക്കിനെ കണ്ടു എന്ന് പറഞ്ഞ് പേടിച്ചോടി വീട്ടിൽ വന്നിരുന്നപ്പോൾ അത് മലക്കാണോ പിശാചാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നുണ്ട്. ആ എക്സ്പെരിമെൻ്റ് ഏത് മതത്തിലുള്ളതാണ്? അത് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പാഗൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പാഗൻ വിശ്വാസപ്രകാരമുള്ള ഒരു മതപരീക്ഷണം, മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷണം. ഖദീജ, ഭാര്യയായ ഖദീജയുടെ മടിയിൽ ഇരുത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. എന്നിട്ട് നഗ്നയായിട്ട് ഇരുന്നിട്ട് തുടയിൽ വീണ്ടും ഇരുത്തുന്നു മുഹമ്മദ് നബിയെ. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം അത് പിശാചല്ല, അത് മലക്കാണ്. അപ്പോൾ ഇങ്ങനെ ഈ പരീക്ഷണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മലക്കിനെയും പിശാചിനെയും വേർതിരിച്ചറിയാം എന്ന പരീക്ഷണം, ആ ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻ്റ്, ആ എക്സ്പെരിമെൻ്റിലെ ഡിസൈൻ, അത് ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾ, അതെ, ഡബിൾ ബ്ലൈൻഡ് കൺട്രോൾ ട്രയൽ, അത് നിങ്ങൾക്ക് ഈ പാഗൻ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എടുത്തിട്ടല്ലാതെ ഇസ്ലാമിൻ്റെ തനതായൊരു വിശ്വാസം അത് വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അത് തെളിയിക്കാൻ കെൽപ്പില്ലാത്തൊരു പടച്ചോനാണോ നമ്മൾ പടച്ചോൻ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇസ്ലാമിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നതെല്ലാം തന്നെ ഇസ്ലാമിനെ പൊളിക്കുന്ന സാധനങ്ങളാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ദൈവികത അത് ഒട്ടും തന്നെ ഇല്ല, അതൊരു തട്ടിക്കൂട്ട് സാധനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാനുണ്ടായിട്ടുള്ള പല പല സാഹചര്യങ്ങളുണ്ടായിട്ടുള്ള കഥകളുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മദ്രസയിൽ എവിടെ പഠിക്കുന്നില്ല, ഇതെവിടെ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇതാണ് ഈ ഇസ്ലാമിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. ഇതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? പാഗൻ വിശ്വാസം വെച്ചിട്ട് വേണോ നിങ്ങൾക്ക് ഇസ്ലാമിനെ കൺഫേം ചെയ്യാൻ? അങ്ങനെയാണോ അതിൻ്റെ രീതി വേണ്ടത്? അല്ലല്ലോ. ഹിന്ദു കിതാബ് വെച്ചിട്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ കൺഫേം ചെയ്യാൻ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കിതാബ് വെച്ചിട്ടാണോ നിങ്ങൾ ഇസ്ലാമിനെ കൺഫേം ചെയ്യാൻ? അങ്ങനെ ഒരു ഗതികേട് പടച്ചോനുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പടച്ചോന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഇല്ല, ഹിന്ദു കിതാബും കൂടി ഉണ്ടെങ്കിലേ പടച്ചോനുള്ളൂ എന്നല്ലേ? ഇനി ഈ ഹിന്ദു കിതാബ് എഴുതിയത് വേറെ ആരോ പടച്ചോനല്ലേ? അപ്പോൾ ആ പടച്ചോനും ശരിയാണെന്നല്ലേ വരുന്നത്? ഇതൊക്കെ കൂടി വരുമ്പോൾ അത് കൂടി ഇത് മൊത്തം കൊനിഷ്ഠാവുന്ന വേറൊരു സ്ഥലം കൂടി ഉണ്ട്. അതായത് മദ്യം ലഹരിയാണെന്ന് പറയുന്ന അത് തന്നെ, അതായത് എക്കാലത്തേക്കും എപ്പോഴത്തേക്കും വേണ്ടി ഇറങ്ങുന്നതാണ് ഖുർആൻ എന്ന് പറയുമ്പോഴത്തേക്ക് സൂറത്തുൽ നഹ്ലില് മദ്യം ദൃഷ്ടാന്തമാണ്, ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് പറയുന്നു. പിന്നെ അതേ ദൈവം മാറുന്നില്ല, ദൈവത്തിന് അപ്ഡേറ്റ് ഒന്നുമില്ല. അതേ ദൈവം ഭാവി ഭൂത വർത്തമാനം അല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ് ബാക്കിയെല്ലാം അലിക്കുലത്ത് എന്ന് പറയുന്ന ഈ പടച്ച തമ്പുരാൻ ഭാവിയെ പറ്റി യാതൊരു ബോധവുമില്ല. എങ്കിൽ ഇത് കറക്റ്റ് ചെയ്യണ്ടേ? ഇത് കറക്റ്റ് ചെയ്യാൻ വിട്ടുപോയി. ഈ അബ്ബാസിദ് ഡൈനസ്റ്റിയിലെ ഉമാര് ഈ ഖുർആൻ വിവർത്തനം ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം അങ്ങ് അവന്മാർക്ക് എഡിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ചേർത്താൽ മതിയായിരുന്നു. അത്ര പോലും ശ്രദ്ധിച്ചില്ല. കാരണം ഇത് ആരും വായിക്കുന്ന സാധനമല്ല. ഈ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഖുർആൻ എന്ന് പറയുന്നത് ലൈഫ് ഓഫ് മുഹമ്മദ് ടുഗദർ വിത്ത് ദ ഖുർആൻ അറ്റ് ലാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവർത്തനമാണ് ആദ്യത്തെ ഇംഗ്ലീഷ് ഇത് ലണ്ടനിൽ പബ്ലിഷ് ചെയ്തത്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഖുർആൻ ഇത് എത്ര മാത്രം മാറ്റം ചെയ്യപ്പെട്ട സാധനമാണെന്നറിയാം.
ഇന്ന് നിങ്ങൾ കാണുന്ന ഖുർആൻ എന്ന് പറയുന്നത് 1984 ഇറങ്ങിയ സാധനമാണ്. 84 കറക്റ്റ് ചെയ്ത് കുറെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി മൂന്നാമത്തെ ഈ വചനം. രീതിയിൽ ഇതിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ വിവർത്തനങ്ങളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്ത് വേറൊരു സാധനം ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ഈ വിവർത്തനത്തിൽ തന്നെ അവന്മാർ ഒരുപാട് മലയാളത്തിലുള്ള വിവർത്തനത്തിൽ ഒരുപാട് പോളിഷിങ് നടത്തുന്നുണ്ട്. ഒറിജിനൽ അറബിക് വാക്കുകൾ അതേപടി ഉപയോഗിക്കാതെ ഒരുപാട് അത് നൈസായിട്ടൊരു if I may add, അതെ if I അത് may add, ബൈബിളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഹീബ്രുവിൽ നിന്നും ബൈബിളിലേക്ക് മാത്യുവിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും വേർജിൻ എന്നുള്ള പദം കന്യക എന്നുള്ള പദമായിട്ട് മാറ്റിയതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇവിടെ എഴുതിയിട്ടുണ്ട്, മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു. ആ അവൻ ഇതൊക്കെ അവതരിപ്പിച്ച് ശരിവെച്ചിട്ടാണ് പുതിയ സാധനം അവതരിപ്പിച്ചെങ്കിൽ പിന്നെ ഈ പുതിയ സാധനത്തിന്റെ പ്രസക്തി എന്താ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പുതിയ സാധനം വന്ന ആൾക്കാർ ഒരിക്കലും പഴയ സാധനം തെറ്റാണെന്ന് അവകാശപ്പെടുന്നത് വീണ്ടും വൈരുദ്ധ്യമാണ്. അത് മാത്രമല്ല, ഈ ദൈവം തന്നെയാണ് അത് ഇറക്കി കൊടുത്തതെന്നല്ല ഇതിൽ പറയുന്നത്. ഈ ദൈവം തന്നെയാണ് അത്, ഇത് മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളൂ, അത് മൊത്തം പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? ഇവിടെ ഈ ദൈവത്തിന്റെ അസ്തിത്വവും ദൈവത്തിന്റെ ഈ ഉറപ്പും ദൈവത്തിന്റെ പ്രോമിസും ഒരു എന്ന് വെച്ചാൽ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റാത്ത ഒരു അള്ളാഹുവാണ് അങ്ങനെ പറയരുത്. ഈ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം അള്ളാഹുവോഫോബിയ പാടില്ല. ഈ ഇവന്മാരുണ്ടാക്കിയ ഈ അള്ളാഹു ഉണ്ടാക്കിയത് തന്നെയാണ് ഈ ബാക്കി രണ്ട് കിതാബുകൾ. ഈ സബൂർ എന്തിനാണെന്ന് ആർക്കും അറിഞ്ഞില്ല. ഈ നാസ തേടി പോയിക്കൊണ്ടിരിക്കുക, മറ്റു ഗ്രഹങ്ങൾ ചിലപ്പോൾ ഇറക്കിയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അത് ഇസ്മായിലിന്റെ സാധനം. ഈ സബൂർ എന്ന് പറയുന്നത് ആരുടെ ആയിക്കോട്ടെ, എനിക്കൊന്ന് ദാവീദിനാണെന്ന് തോന്നുന്നു സബൂർ. ഏതാ ഒരുത്തന്റെ ഈ സാധനങ്ങളെല്ലാം പടച്ചു തമ്പുരാൻ ഇവർക്ക് കൊടുത്തതാണ്. അതിനെ ഒന്നും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, അതെല്ലാം മനുഷ്യർ കൈ കടത്തിയതാണ്. ഇത് മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന ഇതെന്തോന്ന് കള്ളക്കളി. എന്തായാലും വസീഖ് രണ്ടാമതായിട്ട് ചോദിക്കാൻ വന്നത് ഞാൻ ഈ ആദ്യത്തെ പോയിന്റിൽ കുറച്ച് അഡെൻഡം ഇട്ടാൽ കുഴപ്പമുണ്ടോ? പെട്ടെന്ന് പറയൂ. ഓക്കെ, ജസ്റ്റ് സോ ഇപ്പോ ഈ വിവർത്തനം ഇത് തഫ്സീർ മലയാളത്തിൽ മാത്രമല്ല, ആക്ച്വലി ഒറിജിനൽ ഇംഗ്ലീഷ് നോക്കിയാലും മറ്റേ ഇബിൻ ഖത്തീറും മറ്റേ ഇബിൻ ഹിഷാമും അവരുടെ ട്രാൻസ്ലേഷൻ നോക്കിയാലും അവർക്ക് കുറച്ച് പിന്നീട് ഈജിപ്ഷ്യൻ ലൈബ്രറി ഓഫ് 1924 ഇച്ചിരി ഡെറിവേഷൻ ഇട്ടിട്ട് ഉണ്ട്. ഉദാഹരണം അന്നൂർ ലൈറ്റ് എന്ന് മാത്രമാണ് പറയുന്നത്, ചന്ദ്രനിലുള്ള വെളിച്ചം. ഇപ്പൊ ഏത് തഫ്സീർ നോക്കിയാലും ഡെറൈവ്ഡ് ലൈറ്റ് എന്നൊരു ഫ്രേസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുണ്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇപ്പൊ അടിമത്തത്തിന്റെ വിഷയം, സ്ലേവറി. അപ്പൊ സ്ലേവറിന്റെ വിഷയത്തിൽ എപ്പോഴും ഞാൻ കേട്ട ഒരു ന്യായീകരണം, ഉദാഹരണം ഒരു ഹദീസ് ഉണ്ടായിരുന്നു, കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ പറ്റി ബനു മുസ്തലിക് യുദ്ധത്തിന് ശേഷം നടന്ന ഒരു സംഭവം. അപ്പൊ ബനു മുസ്തലിക്കിന്റെ യുദ്ധത്തിന് ഇത് ഇവിടെ നമ്മൾ നിരന്തരം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. അല്ലല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ പൊതുവെ കിട്ടുന്ന ഒരു ന്യായീകരണമാണ് ഈ ബനു മുസ്തലിക് യുദ്ധത്തില് ഈ അന്നത്തെ കാലം ഒരു ജാഹിലിയത്തുള്ള കാലമായിരുന്നു, ദ ഏജ് ഓഫ് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞിട്ട്. ഇഗ്നോറൻസ് കൂടിയത് കൊണ്ട് അത് ഒറ്റയടിക്ക് കുറയ്ക്കുകയാണെങ്കിൽ ഈ സ്ലേവുകൾക്ക് ഒരു എന്താ പറയുക സൊസൈറ്റൽ ഓസ്ട്രസൈസേഷൻ അല്ലെങ്കിൽ ഏലിയനേഷൻ അങ്ങനത്തെ വ്യവസ്ഥകൾ വരേണ്ടി വരുന്ന, അതുകൊണ്ട് മെല്ലെ മെല്ലെ റിഫോം ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ ജാഹിലിയത്ത് കൂട്ടുക. അപ്പൊ നമ്മളൊരു ചോദ്യം പൊതുവെ ചോദിക്കണാണ്, ശരി നാട്ടുകാരുടെ ജാഹിലിയത്ത് കുറക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്നും ഹദീസ് ഇറക്കിയിട്ടുണ്ട്. ഉദാഹരണം കോയിറ്റസ് ഇന്ററപ്റ്റസ് നടത്താതെ എന്തായാലും ഫേറ്റലിസ്റ്റ് ഒരു സോർട്ട് ഓഫ് ഫേറ്റലിസ്റ്റ് ഇൻഡോക്ട്രിനേഷൻ ഓൾറെഡി എന്താ നിങ്ങൾ എന്തായാലും ജനിക്കാനുള്ളവരാണ്, അതുകൊണ്ട് എന്തിനാ ഇതൊക്കെ ചെയ്യണത് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സൈറ്റേഷൻ. ശരി, ഓക്കെ, അത് പോട്ടെ. പക്ഷെ ജാഹിലിയത്ത് കുറക്കാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജാഹിലിയത്ത് എന്തിനാ കൂടുന്നത്? ഉദാഹരണം ബനു മുസ്തലിക്കിന് ശേഷം നിങ്ങൾ എന്നെ കോളിംഗിൽ വിളിച്ചിട്ടുണ്ടോ? കോളിംഗിൽ വിളിച്ചോന്നല്ല, വിളിച്ചിട്ടുണ്ട്. ഇതേ കാര്യം നമ്മൾ ഒരിക്കൽ സംസാരിച്ച പോലെ ഒരു ഓർമ്മ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായി. ഓക്കെ, ഞാൻ മെയിൻ എന്തായാലും ഒന്ന് ചേർക്കട്ടെ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഉദാഹരണം ബനു മുസ്തലിക്കിന് 2 years 3 years കഴിഞ്ഞിട്ട് തന്നെ മുഹമ്മദ് നബി എന്ത് ചെയ്യുന്നു? ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് സഫിയബീനെ കിട്ടാൻ വേണ്ടി 7 അടിമകളെ എന്താ വിൽക്കുന്നത്. എന്തിന്? സഫിയനെ കിട്ടാൻ വേണ്ടി. സഫിയനെ കിട്ടാനുള്ള കാരണം എന്താ? മറ്റേ വേറെ ഏതോ ആൾക്കാർ നാട്ടുകാർ വന്ന് പറഞ്ഞ് മുഹമ്മദ് നബിക്കുള്ള അർഹത ഉള്ള പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടാത്തോണ്ട്. അപ്പോ ജാഹിലിയത്ത് മറ്റുള്ളവരെ കുറക്കുന്ന പേരില് സ്വന്തം ജാഹിലിയത്ത് കൂടുന്നില്ലേ? അപ്പൊ അതൊരു ഒരു സർക്കുലർ റീസണിങ് ആയി മാറിയില്ലേ?
അപ്പോ ജസ്റ്റ് ഒരു ഫൈനൽ തിങ്, ഇപ്പോ അതേ ചോദ്യത്തില് അപ്പോ ഒന്ന് ഇതില് ഒരു സർക്കുലർ റീസണിങ് ഉണ്ട്. 2, ഇവര് ചില കാര്യങ്ങൾ പറയും. ഉദാഹരണം, ഞാന് ഒരു പള്ളിയിൽ കുത്തുബ പോയി, അവര് പറഞ്ഞ് ഇതേ വിഷയത്തിൽ തന്നെ ഒരു ഇമാം ഷാഫിയുടെ കിതാബുൽ ഉമ്മ് എന്നൊരു സോഴ്സ് ഉണ്ട്, വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സുന്നി ഫിക്ക് എന്താ പറയുക ജൂറിസ്പ്രൂഡൻസ് ബുക്സ്. അപ്പൊ അതിൽ പറയുന്നു ഇതിൽ നിങ്ങൾ കൺസെന്റ് ഉള്ള ഡൈനാമിക് ഇല്ലാതെ പറ്റൂല. ഞാൻ പോയി നോക്കി, അങ്ങനെ ഒരു സാധനം ഇല്ല. വോളിയം 2 പേജ് 137, എക്സാക്ട് പേജ് എനിക്ക് ഓർമ്മ. അപ്പൊ അതിൽ തന്നെ നോക്കിയാൽ അവിടെ എക്സാക്ട്ലി എഴുതിയത് എന്താണ്? കൺസെന്റ് ഡൈനാമിക് എന്ന സാധനം ഇല്ല. ദ ഇംപ്ലിസിറ്റ് കൺസെന്റ് ഇസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് വേർ എന്താ പറയണത് വൺസ് എന്താ പറയണത് ദർ ഇസ് എ പോസ്റ്റ് എക്സിജൻസി ഫോർ മാനുമിഷൻ. മാനുമിഷൻ എന്താണ്? അടിമനെ മോചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണത്. മാനുമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് കൺസെന്റിന്റെ പേരിൽ ഒരു ഇതും പറ്റൂല. അപ്പോ ഇവിടെ ദാവക്കാര് പാതി വാക്ക് കൊടുത്തിട്ട് ഇത് പറയുന്നത് എന്ത് ശരിയുണ്ട്? അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അല്ല, അത് ക്ലിയർ ആണ്. അതായത് അടിമയുടെ വിഷയത്തിൽ കൺസെന്റ് എന്ന് പറയുന്നൊരു വിഷയം വരുന്നേ ഇല്ല. ഭാര്യയ്ക്ക് പോലും വരുന്നില്ല. പ്രസവ പലകയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഭാര്യയെ ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ ഭാര്യ ചെന്നോളണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലേ? അടിമയുടെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞാണ് അതിൻ്റെ പ്രശ്നം. അതായത് ഇത് അടിമയ്ക്ക് വലിയ തോതിൽ മാനവികമായ എന്തോ കാര്യം ചെയ്തു, കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു, ഉപ്പിടണമെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് അടിമയല്ലാതെ ആവുന്നില്ല. അപ്പോഴും അത് അടിമ തന്നെയാണ്. നമ്മളുടെ വിഷയം അടിമത്തം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിനോടാണ് നമ്മളെ പ്രശ്നം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ കുറച്ച് കാണുന്നില്ല. അത് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒരു പുൽക്കൊടി പോലും എടുത്ത് പിഴുതു മാറ്റുന്നൊരു നീക്കം നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, മോചിപ്പിച്ച അടിമയെ തിരിച്ചു പിടിച്ച് അതിനെ വീണ്ടും അടിമയാക്കിയിട്ട് പോലും ഉണ്ട് മുഹമ്മദ് നബി. അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റ് വാലിഡ് ആവുന്നത്. അതായത് ജാഹിലിയത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്ന ആള് സ്വന്തം ജാഹിലിയത്ത് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇതാണ് വിഷയം. യെസ്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നുണ്ട്, ഒന്ന് ആഡ് ചെയ്തു. സൽമാൻ, ഞാനേ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അല്ലെ, ഈ നമ്മൾ ഈ ഇസ്ലാമിന്റെ ധാർമ്മികത അതാണല്ലോ അടിമത്വം ഇതൊക്കെ എടുത്തിട്ടത്. എവിടെയാണ് ഇട്ടിരിക്കുന്ന ലിങ്ക്? പ്രൈവറ്റ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഇടണോ? ഇനിയിപ്പോ അടിമത്തത്തിലോട്ടൊന്നും പോകണ്ട, ഇസ്ലാമിന്റെ ധാർമ്മികത നമ്മൾ കണ്ണു മുന്നിൽ തന്നെ ഉണ്ട്. ഞാനൊന്ന് ഈ ആർട്ടിക്കിൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഹൂത്തികള് നമ്മുടെ ഈ ഇപ്പൊ ഒരു സീസ് ഫയർ പോലെ ഒരു ചെറിയ ഒരു ടെമ്പററി സാധനം ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇസ്രായേലും ഹമാസും തമ്മിൽ, പലസ്തീനും തമ്മിൽ. അപ്പൊ അതിൽ സീസ് ഫയർ വന്നപ്പോൾ നമ്മളെ കാക്കാമാരൊക്കെ പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അത് എന്താ അത്രയും നേരം ഇരവാദം മുഴക്കിയിരുന്ന ആൾക്കാർ ഇപ്പൊ പറയണത് ഞങ്ങൾ വിജയിച്ചു, ഞങ്ങളാണ് വിജയികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഹൂത്തി റിബൽസിന്റെ ഒരു സംഭവമാണ്. ഹൂത്തികൾ ഇവരാദ്യം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് ആർട്ടിക്കിളും താഴോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ പക്ഷെ ഞങ്ങൾ ജയിച്ചു, പക്ഷെ ഞങ്ങൾ യുദ്ധം നിർത്തുന്നില്ല. ഈ ഓരോ സിയോണിസ്റ്റും ഈ ഇവിടുന്ന് ചത്തൊടുങ്ങുന്ന വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നുള്ളതാണ്. ഇനി അടിമത്തത്തിലൊന്നും പോണ്ട, ഇത് തന്നെയാണ് മൊറാലിറ്റി, ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല, പക്ഷെ അതൊക്കെ വൺ സൈഡ്. പക്ഷെ ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു മതത്തിന്റെ ഇത് പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ പീക്ക് ഫിഗറിനല്ലേ ഫസ്റ്റ് ഒരു ലെവൽ ഓഫ് സ്ക്രൂട്ടിനി വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാറുള്ളത് പൊതുവെ. ലൈക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, അടിമത്തത്തിൽ ജാഹിലിയത്ത് കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നു. പക്ഷെ ജാഹിലിയത്ത് കുറയ്ക്കുകയാണെങ്കിൽ എന്താ പറയണ്ട പോക്കി പറയാൻ. അതെ, അപ്പോ പീക്ക് ഫിഗർ എന്ന് പറയുമ്പോ ഓക്കെ, അത് രണ്ട് രീതിയിൽ എടുക്കാം. പീക്ക് ഫിഗർ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും മുഹമ്മദിന്റെ കോണ്ടെക്സ്റ്റ് ശരിയാണ്. പക്ഷെ ആരെന്ത് പറഞ്ഞു എന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നമുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം മാത്രം നോക്കിയാൽ മതി. പക്ഷെ പുള്ളി ആ വിഷയത്തിനകത്ത് ഞാൻ മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് തീർച്ചയായും അങ്ങനെ ശരിയാവും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തോട്ടെ. നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് ഈ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഈ ജാഹിലിയത്തിന്റെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചതാണെന്ന് പറഞ്ഞല്ലോ. ഈ മുഹമ്മദ് തൗഹീദ് എങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുവന്നത്? തൗഹീദാണല്ലോ മുഹമ്മദിന്റെ മെയിൻ ഐറ്റം. 360 ദേവന്മാരെയും ഒറ്റയടിക്ക് അടിച്ച് പണിയിച്ചു കളഞ്ഞു. ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൂടായിരുന്നു, എന്താ ചെയ്യാൻ? അപ്പോ അതൊക്കെ തോന്നുന്ന മാതിരിയാണ്.
പല കാലങ്ങളിൽ അല്ല, പല അത് രീതിയിൽ പല സന്ദർഭങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇറങ്ങിയ ആയത്തുകളായതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മളിപ്പോ പറയുമ്പോൾ ഈ നമുക്കിത് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്താ തോന്നുന്നു, ഇത് ഏതോ കാലത്ത് ആൾക്കാരോട് പറഞ്ഞാണ്. അത്രയാണ് സിമ്പിൾ. ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ഘട്ടം ഘട്ടമായിട്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അടിമത്തത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഘട്ടം ഘട്ടമായിട്ടെന്ന് ഇവർ പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറയുന്നത്, മുഹമ്മദ് നബി വന്നത് ഈ അടിമത്തം എന്ന് പറയുന്ന സംഗതിയെ അവസാനിപ്പിക്കാനാണെന്ന് തന്നെ കൂട്ടുക. അങ്ങനെയാണെന്ന് ഇവർ പറയുന്നു. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി അടിമയെ വെക്കാൻ പാടില്ല. കാരണം മുഹമ്മദ് നബിയുടെ ജീവിത ലക്ഷ്യം തന്നെ ഇതിനെ അവസാനിപ്പിക്കുക എന്നുള്ളതല്ലേ. ബാക്കിയുള്ള ആളുകളുടെ കാര്യം വിടൂ, കാരണം അവർക്കാണല്ലോ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതും അവരുടെ ജീവിത ഉപാധിയായിട്ടോ അല്ലെങ്കിൽ അവർ അടിമകളായതുകൊണ്ട് അവർ പെട്ടെന്ന് മോചിപ്പിക്കപ്പെട്ട അവർക്ക് ഡിപ്രഷൻ അടിക്കും എന്നതൊക്കെ ഉള്ള പ്രശ്നം അത് ബാക്കിയുള്ള ആളുകൾക്കല്ലേ. മുഹമ്മദ് നബിക്ക് അതില്ലല്ലോ. അപ്പോൾ മുഹമ്മദ് നബി ജീവിതത്തിൽ ഒരിക്കൽ പോലും അടിമ വ്യവസ്ഥിതിയുടെ ഭാഗമാകാൻ പാടില്ല. അതിനെ നിരന്തരം നിരുത്സാഹപ്പെടുത്തുന്ന ആളായിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ അതാണോ കാണുന്നത്? അല്ല. മുഹമ്മദ് നബിക്ക് സ്വന്തമായിട്ട് അടിമ ഉണ്ടായിരുന്നു. തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്ദേശം അയച്ചപ്പോൾ മുക്കോക്കീസ് രാജാവ് കൊടുത്തയച്ച അടിമ പെണ്ണുങ്ങൾ വാങ്ങി പൂശ മാത്രമല്ല അതിൽ ഒരെണ്ണത്തിന് വേറെ ആൾക്ക് സമ്മാനം. എന്നാൽ അതിന് വെറുതെ വിടുക. സമ്മാനം കിട്ടി, ഓക്കെ സമ്മാനം. ഞാൻ സമ്മാനം വാങ്ങിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നിന്നെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് മുഹമ്മദ് നബി ആ പെണ്ണിനെ മോചിപ്പിച്ചു എന്ന് വിചാരിച്ചു നോക്ക്. അതിൻ്റെ ഇമേജ് മാറിയില്ലേ? മുഹമ്മദ് നബി അടിമ വിമോചനത്തെ പ്രോത്സാഹിപ്പിച്ചു, സമ്മാനമായി വാങ്ങിയ അടിമയെ മോചിപ്പിച്ച് മാതൃക കാണിച്ചു എന്നായില്ല. ഇതെന്താ ചെയ്തത്? ഇത് ഒരെണ്ണത്തിന് വെച്ച് പൂശയും വേറൊരെണ്ണത്തിന് കൂട്ടുകാരന് കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൽ യെസ്. അപ്പം ഇനി മോചിപ്പിച്ച അടിമയെ തിരിച്ചു പിടിച്ച് അടിമയാക്കുന്നു. സ്വന്തം ഭാര്യ ഒരു അടിമയെ മോചിപ്പിച്ച വിവരം അറിഞ്ഞപ്പോൾ ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനാ അതിനെ മോചിപ്പിച്ചത്? എൻ്റെ അമ്മാവന് കൊടുത്തുവിടായിരുന്നു ചോദിക്കുന്നു. അതുകൂടാതെ കയ്യിലുണ്ടായിരുന്ന അടിമ 2 കറുത്ത അടിമയെ കൊടുത്തിട്ട് ഒരു മുസ്ലിമായ മോചിപ്പിക്കപ്പെട്ട വെളുത്ത അടിമയെ വാങ്ങിക്കുന്ന കാഴ്ച ഇത് നമ്മൾ കാണുന്നു. അതുകൂടാതെ അങ്ങനെ പല പല സാഹചര്യങ്ങൾ. ഈ മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് പോലും മുഹമ്മദ് നബിയുടെ കൂടെ അടിമകളുണ്ടായിരുന്നു എന്ന് വരുമ്പോൾ എന്ത് പണിയാണ് ഈ സാധനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് വന്നു എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് നിലനിർത്തുന്ന എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് എന്നല്ലേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ വ്യക്തി ഒരു പേഴ്സണാലിറ്റി മോഡലാണ്, ഉസ്വത്തുൻ ഹസനയാണെന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ പറയുന്ന വിഷയം മാത്രം അഡ്രസ്സ് ചെയ്താൽ മതി. ഇതല്ല, ഇവിടെ ആ വ്യക്തി കൂടി ഒരു മോഡലാണെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതന്നെ ഞാൻ മറ്റേ മതം ഇപ്പൊ തൽക്കാലം എടുക്കാത്ത തന്നെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഫിഗർ ഹാസ് ബീൻ കൺസിഡേർഡ് ആസ് ദ പീക്ക് ഫിഗർ, അത് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ എത്തണം എന്നാണല്ലോ എല്ലാ വിശ്വാസിന്റെ ഒരു ഐഡിയൽ അപ്രോച്ച്. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്രെയിം. ബാക്കി മതത്തിൽ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ അത് പിന്നെ എന്താ പറയണ റെഡ് ഹെറിംഗ് ആയി മാറിപ്പോ. ഓക്കെ, തേർഡ് എന്റെ ചോദ്യം ഈ ജൂത വെറുപ്പ്. അപ്പോ പല ഹദീസും നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഏത് മരത്തിന്റെ പുറകിൽ പോവാണെങ്കിലും ഏത് പാറക്കല്ലിന്റെ പുറകെ പോവാണെങ്കിലും അന്യര് ആ മരവും ആ പാറക്കല്ലും പറയും, അല്ലയോ മുസൽമാനെ, എന്റെ പുറകിലൊരു യഹൂദരുണ്ട്, അവരെ വന്ന് കൊല്ല്. പക്ഷെ അവർ ഗർക്കാത് മരം മാത്രം പറയില്ല, അത് യഹൂദരുടെ മരമാണ്. അതേപോലെ ഓരോ കാലഘട്ടം പോകുമ്പോഴും അവസാന കാലത്തില് മറ്റേ ദജ്ജാലിന്റെ കൂടെ നിൽക്കണ യഹൂദന്മാരെന്തായാലും കൊല്ലും, ഈസാ ഇബ്നുൽ മസീഹ് വന്നിട്ട് ഒക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഹദീസാണ് എനിക്ക് തലയിൽ ക്യാപ്ചർ ചെയ്തത്. വെച്ചാൽ ഇവന്മാരാണ് നബിമാരുടെ എന്താ പറയുക ഗ്രേവ് യാർഡില് പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടാക്കണത്. അപ്പൊ എനിക്കൊറ്റ ചോദ്യമുള്ളൂ, മദിയയിലെ മസ്ജിദുൻ നബവി എന്താണ് പിന്നെ? അതെവിടെ ഉണ്ടാക്കിയത്? അപ്പൊ അങ്ങനെ പറയുമ്പോ അത് സ്വന്തം കാലില് വെടിവെക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ആയി പോയില്ലേ? അപ്പോ എനിക്ക് മെയിനായിട്ട് മനസ്സിലാത്തത്, ഇപ്പോ ഇങ്ങനത്തെ ജൂതവിരുദ്ധത മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം കാരണം മാത്രമാണ് എന്നൊരു പൊതു ന്യായീകരണം ഒരു എന്താ പറയണ ലോക്കൽ പോപ്പുലേഷന് കിട്ടുന്നതാണ്. പക്ഷെ ഇഫ് ദർ ഇസ് സ്ക്രിപ്ചറൽ വാലിഡേഷൻ ഓഫ് ജൂയിഷ് ഹേട്രഡ്, പിന്നെ അതിനെ വെറും ഈ യുദ്ധം ഇല്ലെങ്കിൽ നിങ്ങൾ വെറുപ്പില്ലാതെ ഇരിക്കുമോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലേ? ആണ് എന്റെ ഒരു ഫൈനൽ ചോദ്യം. ഉണ്ട്. ഇതിന് അതായത് കാലാകാലങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ ജൂതന്മാരെ എത്രത്തോളം ഉപദ്രവിച്ചോ, യേശുവിന്റെ കാര്യം പറഞ്ഞ് എത്രയോ കാലം മുസ്ലിം രാജ്യങ്ങളിൽ, ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിലുള്ള ജൂത ജനസംഖ്യയുടെ കാര്യം നിങ്ങൾ നോക്കുക. അത് വ്യവസ്ഥാപിതമായിട്ട് പലസ്തീനൊക്കെ വരുന്നതിന് എത്രയോ മുമ്പുള്ളതാണ്. ജൂതന്മാര് ഇസ്രായേലിൽ തന്നെ പുറത്താക്കാൻ ഒരു കാരണം മുസ്ലിങ്ങളാണ്. അതെ, യമനിലും ഇപ്പൊ ഇസ്രായേൽ ഉണ്ടായിരുന്ന സമയത്ത് ഇസ്രായേലിലുള്ള
ജൂതന്മാർ മാത്രമല്ല അവിടെ, അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ജൂതന്മാർ മാത്രമല്ല അവിടേക്ക് വന്നത്, യമനിൽ നിന്ന് വന്നിട്ടുണ്ട്, സിറിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, പല നാടുകളിൽ നിന്നുള്ള ജൂതന്മാർ. അവർ വെറുതെ വന്നതല്ല, അവരെ ഇതുപോലെ സ്കൂളിൽ പോലും അല്ലെങ്കിൽ അവരെ പല രീതിയിലുള്ള അടിച്ചമർത്തലായിരുന്നു. ഇപ്പം നമ്മൾ എന്താ പറയുക, വ്യവസ്ഥാപിതമായ ഇപ്പൊ നാസികളൊക്കെ ചെയ്ത മോഡൽ അടിച്ചമർത്തൽ, ഗ്യാസ് ചേമ്പറിൽ ഇട്ടില്ല എന്നുള്ളൂ. അവരെ വളരെ കൃത്യമായിട്ട് അവരെ വേറെ ഒരു ടീമുകളാക്കി മാറ്റി, അവരെ സ്കൂളിലും കുട്ടികളടക്കം ഈ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ പരസ്പരം ജൂതന്മാരെ ഇതുപോലെ വെറുക്കുന്ന നിലപാടുകളായിട്ട് മുസ്ലിം രാജ്യങ്ങളൊക്കെ ഒരുപാട് കാലം മുന്നോട്ട് വന്നു. ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലൊന്നും ജൂതന്മാർക്ക് പോയി താമസിക്കാൻ പറ്റാത്തത്? അപ്പോൾ ആ സംഭവം ഇസ്ലാമിൽ ഈ സ്ക്രിപ്ചറലായ കാര്യം സമൂഹത്തിലുണ്ട്. അടിമത്തം പോലെ ഒരു സംഭവമല്ല. അടിമത്തം പിന്നെ ഇങ്ങനെയൊക്കെ നിർത്തി എന്ന് പറയാം. ഇതിപ്പോഴും ഉണ്ട്. അതായത് അവിടെ സ്കൂളിൽ പഠിക്കുന്ന ജൂത കുട്ടിക്ക് പോലും ഈ വിവേചനം ഇന്നും നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ജനസംഖ്യ വളരെ വളരെ കുറഞ്ഞിരിക്കുന്നത്. ഏതാനും ചില ജൂതന്മാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളിലുള്ളത്. പിന്നെ ഇവിടെ ഒരു ഒറ്റ കാര്യം പറഞ്ഞിട്ട്, സലീം PP എന്ന് പറഞ്ഞൊരു പുള്ളി പറഞ്ഞു ഒരു കമന്റ്, സനാതനം തിരിച്ചു കൊണ്ടുവന്ന് സ്വയം അടിമകളായി സ്വന്തം അമ്മമാരെ തബ്രാക്കൾക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നാലും ഞാനും മര്യാദക്ക് വായിച്ചു. തമ്പ്രാക്കൾക്ക് കൂട്ടിക്കൊടുത്ത വർഗം. അപ്പോൾ സലീം PP മനസ്സിലാക്കുക, സ്വന്തം അമ്മയും പെങ്ങളെയും അവർ കാഫറാണെങ്കിൽ അല്ലെങ്കിൽ മതത്തിന് പുറത്താണെങ്കിൽ അവരെ അടിമകളാക്കി പിടിച്ച് യുദ്ധത്തടവരായി പിടിച്ചിട്ട് അവരെ കൂട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും വകുപ്പ് ഇസ്ലാമിനകത്തുണ്ടോ? അങ്ങനെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വകുപ്പ് ഇസ്ലാമിനുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ സ്വന്തം കുടുംബക്കാരെ അടിമകളാക്കി പിടിച്ച് വീതം വെച്ച് കൊടുക്കുന്നതിൽ നിന്ന് തടയുന്ന എന്ത് നിയമമാണ് ഇസ്ലാമിലെ അടിമ വ്യവസ്ഥതയിലുള്ളത്? അതങ്ങ് പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ മാത്രമുണ്ട്. നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ കോലെടുക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നില്ല. ഓക്കെ. So hostility. Yeah. അപ്പോൾ താങ്ക്സ് വസീഖ് ഫോർ ജോയിനിങ്. എന്തായാലും ഫ്യൂച്ചർ സെഷൻസിൽ കാണാമെങ്കിൽ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.